നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പതിവായി കേൾക്കാറുള്ളതാണ് കുട്ടികളുടെ ശബ്ദത്തിലുള്ള അല്ലെങ്കിൽ കുട്ടികൾ പാടുന്ന ഭക്തിഗാനങ്ങൾ അല്ലേ? അത് കുട്ടികളല്ലേ പാടുന്നത്? അത് കുട്ടികളല്ല പാടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആള് വൈറലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് ചെറിയ കുട്ടിയല്ല, വലിയൊരു കുട്ടിയാണ് ഇതൊക്കെ പാടുന്നതെന്ന് കേട്ടിട്ട് ആളുകളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. നമുക്ക് പരിചയപ്പെടാം അല്ലേ? ശ്യാമ ഷിബു മാധവൻ ആണ് നമുക്കൊപ്പം ചേർന്നത്. ശ്യാമ, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക്, ന്യൂസ് 18ലേക്ക് സ്വാഗതം. രാവിലെ ഭക്തിമാർഗത്തിലാണെന്ന് തോന്നുന്നു. കേൾക്കാമോ? പറയൂ. അപ്പൊ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഈ കൊച്ചുകുട്ടികളുടെ ഭക്തിഗാനങ്ങൾ നമ്മളെല്ലാവരും സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷേ അതിന് പിന്നിലൊരു വലിയ കുട്ടിയാണെന്ന് ഇപ്പോഴാണ് മലയാളികളൊക്കെ അറിയുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് എല്ലാവരും ശ്യാമയെ തിരിച്ചറിഞ്ഞു വരുന്നത്? അത് എനിക്ക് തോന്നുന്നു മുന്നേ കുറച്ച് വർഷം മുന്നേ പാടിയ ഒന്ന് രണ്ട് സോങ്സ് ഇപ്പം റീൽസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാമ രഘുരാമ എന്നുള്ളൊരു ഗാനം അല്ലെ? റീൽസിലൊക്കെ കുട്ടികള്, ടീനേജേഴ്സിലൊക്കെയുള്ള കുട്ടികള് ധാരാളമായിട്ട് അത് റീലാക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വൈറലാകുന്നത് ശ്യാമ. ഇതിന് പിന്നിലെ സൗണ്ട് ആരാണെന്നുള്ളത് തേടിപ്പോയപ്പോൾ പാട്ടൊന്ന് കേൾക്കാം ആദ്യം അല്ലേ? ശ്യാമ തന്നെ പാടട്ടെ. അതെ അതെ. രാഘവ രാമ ശ്രീ രഘുരാമ സീതാഭിരാമ രാജാതിരാജലോകം വാഴുന്ന രാമ രാമ മോക്ഷം കൊടുത്ത ശ്രീരാമനേ. ഈ പാട്ടാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റുപാടുന്നത്, വലിയ വൈറലായി. ഒരു വർഷം മുമ്പ്, എത്ര നാൾ മുമ്പ് പാടിയ പാട്ടാണിത്? 10 വർഷം. പക്ഷേ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അതെ അതെ ഈ ഒരു അടുത്തിടയ്ക്ക് രഞ്ജിത, ഒരു 2-3 ആഴ്ചയിലധികം ആയിട്ടില്ല സത്യം പറഞ്ഞാൽ ഈ ഗാനത്തിന് പിന്നിൽ ശ്യാമയാണ് എന്നുള്ളത് വൈറലായി തുടങ്ങിയിട്ട്. ഈ ഗാനം ഒരു 2-3 മാസമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ശ്യാമ സംഗീതം പഠിച്ചതാണോ? ഇപ്പോഴും പഠിക്കുകയാണ്? ഇപ്പോഴും സംഗീത വിദ്യാർത്ഥിയാണ്? ഈ ഒരു പ്രൊഫഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് ശ്യാമ. ശ്യാമ ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലേ? അപ്പോൾ അതെല്ലാം ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് അത് കൊച്ചു കുട്ടികളാണ് പാടുന്നത് എന്നുള്ളതാണ്. ഈ ഭക്തിഗാനങ്ങൾ മാത്രമാണോ കൂടുതൽ പാടുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ? എനിക്ക് വന്ന അവസരങ്ങൾ ഭക്തിഗാനങ്ങളുടേതായിരുന്നു. അങ്ങനെ നമ്മള് വന്നപ്പോ അങ്ങനെ നമ്മൾ പാടി, കൂടുതലും ഭക്തിഗാനങ്ങളാണ് പാടിയിട്ടുള്ളത്. അല്ലാതെ 1-2 ആൽബംസ് പാടിയിട്ടുണ്ട്. സിനിമയിൽ പാടിയിട്ടുണ്ടോ? സിനിമയിൽ ഇപ്പോ റീസെന്റ് ഒരു സംസ്കൃതം ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. അത് റിലീസിലുള്ളൂ. ശബ, ഒരു സംശയം ചോദിക്കട്ടെ, അതായത് ഈ കൊച്ചുകുട്ടികളുടെ സൗണ്ടിലായിട്ട് പാടുന്നതാണോ അതോ പാടുമ്പോൾ അങ്ങനെ തന്നെയാണോ? ഇപ്പം സംസാരിക്കുമ്പോൾ അതെ അതെ നമുക്ക് സംസാരിക്കും, പക്ഷെ അത്രത്തോളം ഒരു കൊച്ചുകുട്ടിയുടെ സൗണ്ട് തോന്നുന്നില്ല. പാടുമ്പോ എന്തോ എനിക്ക് ഓൺ വോയിസിൽ പാടുമ്പോ ഈ ഒരു ശബ്ദം വരുമ്പേ, പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട് എല്ലാ ജോഡങ്ങളുടെ പാട്ടുകൾ പാടാൻ ശ്രമിക്കാറുണ്ട്, വോയിസ് ചേഞ്ച് ചെയ്ത്. പക്ഷെ റെക്കോർഡിങ്ങും ഇപ്പൊ അല്ലാതെ ലൈവൊക്കെ പാടുമ്പോ ഈ ഓൺ വോയിസ് തന്നെയാണ് വരുന്നത്. വലിയ കുട്ടിയാകാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. അപ്പൊ അതെ അങ്ങനെയാണ്. അപ്പൊ ഈ ആൽബങ്ങളിലാണല്ലേ കൂടുതൽ, ഈ ഭക്തി ആൽബങ്ങളിലാണ് കൂടുതൽ പാടുന്നത് അല്ലേ? അവസരങ്ങൾ കൂടുതൽ അവിടെയാണ്. ഇനി നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവെ കേൾക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഗാനങ്ങളാണ് ശ്യാമയുടെ പാട്ടുകൾ എന്ന് പറയുന്നത്. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? ഓ ശരി. എന്താണ് 2 വരിയിൽ അങ്ങ് ഒതുക്കി കളഞ്ഞത്?
ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് വരുമായിരുന്നു. ബാക്കി കൂടി പാടാം. ഈ പ്രൊഫഷനിൽ എത്തിയിട്ട് എത്ര കാലമായി ശ്യാമ? ഞാനൊരു 1 വർഷമായി. ഞാനൊരു 4 വർഷം മുതൽ പാടൊക്കെ തുടങ്ങി. പിന്നെ വീട്ടിലെ അച്ഛൻ പാടുമായിരുന്നു. പിന്നെ പാട്ട് പഠിപ്പിക്കാൻ ചേർന്നു, പാട്ട് പഠിക്കാൻ ചേർന്നു. ഒരു 10th ഒക്കെ കഴിയുമ്പോൾ മ്യൂസിക് കോളേജിൽ ചേർന്നു. അങ്ങനെ സംഗീതം തന്നെ വിഷയമായിട്ടിരിക്കും. ഈ ആൽബങ്ങളിലൊക്കെ പാടി തുടങ്ങിയത് എത്രാമത്തെ വയസ്സ് മുതലാണ്? ഒരു കൃത്യമായിട്ടൊരു ഓർമ്മയില്ല. ഞാനൊരു 6ലോ 7ലോ പഠിക്കുമ്പോഴായിരിക്കണം. 6ലോ 7ലോ പഠിക്കുമ്പോഴൊക്കെയാണ് ഈ അല്ലെ? അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായി എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും പോകാറുണ്ടല്ലോ അല്ലേ? ഈ ചെല്ലുമ്പോ അപ്രതീക്ഷിതമായിട്ട് ശ്യാമയുടെ പാട്ട് അവിടെ വെച്ചിരിക്കുന്ന അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എന്താ വലിയ സന്തോഷം തോന്നും അല്ലേ? ഓടിപ്പോയി ആളോട് പറയുമോ ഞാനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നതെന്ന്? ചോദിക്കുന്നില്ല. ഇല്ല, പൊതുവെ അങ്ങനെ പറയാറില്ല. അല്ലാതെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പറയും. അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് കൂടെ പാടാമോ? 2 വരിയിൽ നിർത്തരുത്. അതെ. ഒരു കൃഷ്ണന്റെ ശ്യാമ, കാണുമ്പോ പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമയാണ് ഇത് പാടുന്നത്. എത്രയോ തവണ നമ്മള് ക്ഷേത്രങ്ങളിലും മറ്റും ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ള പാട്ടാണെന്നറിയാം. അതെ അതെ, ഇതൊക്കെ എത്രത്തോളം വലിയ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. ശ്യാമ അതേപോലെ ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായി നിന്നൊരു പാട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മിഴിയഴക് നിറയും രാധ. അത് ശ്യാമയല്ലേ പാടിയത്? അതൊന്ന് പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? ഇതിന്റെ ഒരുപാട് വേർഷൻസ് കേട്ടിട്ടുണ്ട്. ഇത് ഈ ടെക്നോളജി ഉപയോഗിച്ച് പലതരത്തില് ഇതിനെ റീമിക്സ് ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. എത്ര വലിയ വമ്പൻ ഹിറ്റാണല്ലേ ഈ ഭക്തിഗാനങ്ങളുടെ ചരിത്രത്തിലെ വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ് ഈ മിഴിയഴക് എന്ന പാട്ട്. വലിയ അത്ഭുതം തോന്നുന്നു കേട്ടോ ശ്യാമ, ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ആ പാട്ട് പാടിയ ആളാണല്ലോ എന്ന് കാണുമ്പോൾ. ശ്യാമ, പക്ഷേ ഈ സൂമില് നമുക്ക് ശ്യാമയെ ലഭിച്ചത് ഇപ്പോൾ ഒരു നഷ്ടമായി പോയെന്ന് തോന്നുകയാണ്. കാരണം ഫ്ലോറിലെത്തി കുറച്ചും കൂടി നമുക്ക് ഓഡിയോ ക്ലാരിറ്റിയിൽ വേണമായിരുന്നു. എവിടെയാ താമസം ശ്യാമ? സ്ഥലം അപ്പൊ നമുക്ക് സ്റ്റുഡിയോ ഫ്ലോറിലോട്ട് എത്തണം, എന്നിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കാനും പാടാനും ഉണ്ട്. നമുക്ക് നേരിട്ട് കാണുകയും വേണം. ഒരുപാട് സന്തോഷം ശ്യാമ കണ്ടതില്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതൊരു അത്ഭുത ഗസ്റ്റ്